നമസ്കാരം. ഇന്ന് നിങ്ങളെ റിലേഷനെ പറ്റി യൂണിവേഴ്സ് അറിയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻ വളരെ സന്തോഷമുള്ളൊരു റിലേഷനൊക്കെ ആയിരുന്നു. പക്ഷെ പോകെ 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 അത് എന്തോ ഒരു ബാലൻസ് കുറവ് നിങ്ങളുടെ ലൈഫിലുണ്ടായി. പരസ്പരം ഒരു ബോണ്ടിങ് ഇല്ലാതെ അതുകൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെ സെൽഫിഷായിട്ടും പൊസസീവായിട്ടും പെരുമാറുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരെ ബോധിപ്പിക്കുക, അവർ പറയുന്ന അനുസരിച്ച് നിങ്ങൾ പോവുക. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മുന്നേ പാസ്റ്റിൽ നിങ്ങൾ ശീലിപ്പിച്ച് നിങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലും അവരോട് ആലോചിച്ച് അവർ പറയുന്നതനുസരിച്ച് പെരുമാറിയ ആളായിരിക്കാം. അത് പിന്നെ പോകെ പോകെയാണ് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരു ശീലം എപ്പോഴും ഉണ്ടാക്കിയാൽ ആ ഒരു ശീലം തുടർന്ന് ഫോളോ ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പൊസസീവ് കാണിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ശ്രദ്ധ എപ്പോഴും എൻ്റെ പാർട്ട്ണറിൽ വേണം. ഞാനുണ്ടെങ്കിൽ മാത്രമേ, എൻ്റെ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ പെരുമാറുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. വളരെ സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ്. മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നല്ല വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതാണ് ആകെയുള്ളൊരു തൻ്റെ പാർട്ട്ണറിൽ കുറച്ച് ഓവർ പൊസസീവ് ആകുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, അവരുടെ ആ പൊസസീവ്നെസ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, മാനസികമായിട്ട് ഒത്തിരി സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു സ്വാതന്ത്ര്യമില്ലായ്മ, ചുറ്റിന് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഈ കെട്ടിയിരിക്കുന്ന പൂട്ട് പൊട്ടിച്ച് വെളിയിൽ ഇറങ്ങണം. അതാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറയുക. ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആയിരിക്കണമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, ഇതൊക്കെ സഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗൈഡൻസ്. നിങ്ങളുടെ ഇത് സ്മൂത്തായിട്ട് പോകണം, രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വരുന്നതെല്ലാം പറയണം. ഗ്രാജുവലി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കഠിന ഹൃദയമൊന്നുമല്ല, നിങ്ങൾ പറയുന്ന അനുസരിച്ച് ചേഞ്ച് വരുത്താൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എനർജി. ഓക്കെ, താങ്ക് യു.